4 മാസം. ലോകത്തിലെ ഏറ്റവും കരുത്തനായ ഭരണാധികാരിയുടെ ആയുസ് വെറും 4 മാസത്തേക്ക് കൂടി മാത്രമേയുള്ളൂ. വൈറ്റ് ഹൗസിന്റെ ഇടനാഴികളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ വെറുമൊരു രാഷ്ട്രീയ വിവാദമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വൻ ദുരന്തത്തിന്റെ സൂചനയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ മസ്തിഷ്കം സാവധാനം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രമുഖ ആരോഗ്യ വിദഗ്ധർ വെളിപ്പെടുത്തുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒന്നേ ഒന്ന് മാത്രം: ലോകത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? സ്വിറ്റ്സർലൻഡിലെ മഞ്ഞുമൂടിയ ദാവോസ് നഗരത്തിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറം അവിടെ കണ്ട കാഴ്ചകൾ അമേരിക്കൻ ഭരണകൂടത്തെ വിയർപ്പിക്കുകയാണ്. സമാധാന ഉടമ്പടിയിൽ ഒപ്പിടുമ്പോൾ ട്രംപിന്റെ കൈകളിലെ നിഗൂഢമായ ആ ചതവുകൾ, പ്രസംഗത്തിനിടെ വാക്കുകൾ കിട്ടാതെ കുഴങ്ങുന്നത്, ഗ്രീൻലാൻഡും ഐലൻഡും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മനസ്സ് പതറുന്നത്, ഇത് വെറുമൊരു ഓർമ്മക്കുറവാണോ അതോ വലിയൊരു വീഴ്ചയുടെ തുടക്കമോ? ലൈസൻസ് ഉള്ള ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആദം ജെയിംസ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡേവിസ് പാക്മാനുമായി നടത്തിയ അഭിമുഖത്തിൽ പുറത്തുവിട്ട വിവരങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, ട്രംപിന്റെ ഫ്രണ്ടൽ ലോബ് അതിവേഗം ചുരുങ്ങുകയാണ്. മനുഷ്യന്റെ യുക്തിയെയും പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണിത്. MRI സ്കാനുകളിൽ ഇത് വ്യക്തമാകുമെന്നതിനാണ് മെഡിക്കൽ ടീം അത് രഹസ്യമായിട്ട് വെക്കുന്നതെന്നും പകരം CT സ്കാനുകളെ ആശ്രയിക്കുന്നതെന്നും ജെയിംസ് ആരോപിക്കുന്നു. നിഗൂഢതകൾ അനാവരണം ചെയ്യുകയാണ്. അടുത്തിടെ നടന്നൊരു പ്രസംഗത്തിൽ അതീവ രഹസ്യമായ ഡിസ്കോംപോമ്പുലേറ്റർ എന്ന ആയുധത്തെക്കുറിച്ച് ട്രംപ് പരസ്യമായി സംസാരിച്ചു. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ആ രഹസ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സ്വന്തം നാവിനെ നിയന്ത്രിക്കാനുള്ള ശേഷി പോലും അമേരിക്കൻ പ്രസിഡന്റ് നഷ്ടപ്പെട്ടോ? പ്രശസ്ത നടൻ ബ്രൂസ് വില്ലിസിനെ തളർത്തിയ അതേ രോഗാവസ്ഥയിലേക്കാണോ ട്രംപ് നീങ്ങുന്നത്? ഇന്ത്യയും ആഗോള പ്രത്യാഘാതങ്ങളും. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ വിഷയത്തിൽ ആശങ്കപ്പെടുന്നത്? കാരണം വ്യക്തമാണ്. ഇന്ന് ലോകത്തിന്റെ സാമ്പത്തിക എഞ്ചിൻ ഇന്ത്യയാണ്. അമേരിക്കയുമായുള്ള പ്രതിരോധ വ്യാപാര കരാറുകളിൽ ഇന്ത്യ വലിയ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. ദാവോസിൽ ഒപ്പിട്ട ബോർഡ് ഓഫ് പീസ് കരാറിന്റെ ഭാവിയും ചോദ്യചിഹ്നമായിരിക്കുകയാണ്. അതുപോലെ ട്രംപിന്റെ ആരോഗ്യനില മോശമായാൽ വൈറ്റ് ഹൗസിൽ അധികാരം ആരുടെ കയ്യിലെത്തും? ഇത് ഇന്ത്യയുടെ IT മേഖലയെയും പ്രതിരോധ ഇടപാടുകളെയൊക്കെ എങ്ങനെ ബാധിക്കും? അമേരിക്കയിൽ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടായാൽ ലോക വിപണി തകരും. അതിന്റെ ആഘാതം മുംബൈയിലെ ദലാൽ സ്ട്രീറ്റ് മുതൽ ബംഗളൂരുവിലെ IT പാർക്കുകൾ വരെ പ്രതിഫലിക്കും. ലോകമൊരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ അമേരിക്കയെ നയിക്കുന്നത് ശാരീരികമായും മാനസികമായും തകർന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ജനാധിപത്യ രാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഭയാനകമാണ്. ഇതൊരു വ്യക്തിയുടെ മാത്രം ആരോഗ്യ പ്രശ്നമല്ല, ലോകത്തെ നിയന്ത്രിക്കുന്ന ന്യൂക്ലിയർ ബട്ടൺ കൈവശം വെച്ചിരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യമാണ്. ആദം ജെയിംസ് പറയുന്നത് പോലെ 4 മാസത്തിനുള്ളിൽ വലിയൊരു തകർച്ച ട്രംപിന് സംഭവിക്കുമോ അതോ വൈറ്റ് ഹൗസ് ഈ സത്യങ്ങൾ ഇനിയും മൂടി വയ്ക്കുമോ? കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇതിൻ്റെ ഭാവി ലോകത്തെ മൊത്തം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കണ്ടു തന്നെ അറിയണം ആർക്ക് എന്ത് സംഭവിക്കുമെന്ന്. പക്ഷേ ഇന്ത്യ ഒന്നിലും തളരില്ല. പ്രതിസന്ധികളിലും പുതിയ പുതിയ വഴികൾ വെട്ടിത്തെളിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ.